പ്രവാചകനും അനുയായികളും നടന്നു പോകവേ തൻ്റെ രണ്ട് സുഹൃത്തുക്കൾ സംസാരിക്കുന്നത് കേട്ടു. ആരോ അവിടെ ഇല്ലാത്ത ഒരാളുടെ കുറ്റവും കുറവുമാണ് പറഞ്ഞത്. പ്രവാചക തിരുദൂതർ ഇത് കേട്ടപ്പോൾ അവിടുന്ന് മൗനം ഭജിച്ചു. കുറെ കൂടെ നടന്നപ്പോൾ ഒരു ചത്ത കഴുതയുടെ ശവം കണ്ട് നാറുന്ന ആ ശവത്തിൻ്റെ അടുത്ത് വന്ന് ആ രണ്ട് സഹോദരന്മാരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അവിടെ ഇരിക്കൂ, ഇത് തിന്നോളൂ. ഇത് ശവം തിന്നാൻ പാടില്ലെന്ന് പ്രവാചകൻ പഠിപ്പിച്ച പ്രവാചകൻ ചത്ത കഴുതയുടെ നാറുന്ന ശവം തിന്നാൻ പറയുകയോ? എന്താണ് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ ഇതുവരെ പറഞ്ഞ വർത്തമാനമുണ്ടല്ലോ, ഇതിനേക്കാൾ മോശമാണത് എന്ന്, അതിനേക്കാൾ നല്ലതാണ് ഇത് എന്ന്. ശവന്തീനികളായി മാറുന്ന, മറ്റുള്ളവൻ്റെ ശവം തിന്നുന്ന, അവൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന, കുറ്റം പറയുന്ന, ഗീബത്ത് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് എത്ര ശവങ്ങളെയാണ് തിന്ന് കൂട്ടിയത് എന്ന്, എത്രയെത്ര മനുഷ്യമാസങ്ങളെയാണ് ചത്ത ശവങ്ങൾ. പവിത്രമായ അവസാന ദിനരാത്രങ്ങളിൽ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ലൈലത്തുൽ ഖദ്ർ ആകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മയൊക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടു കൂടിയാണ് നാം ഇവിടെ ഇരിക്കുന്നത്. ഈ വിശുദ്ധ ദിനത്തിൽ അള്ളാഹുവിൻ്റെ സച്ചരിതരായ മലായിക്കത്തുകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നേതൃത്വത്തിൽ ഭൂമിയിലേക്ക് ആഗതമാകുന്നതിൻ്റെ വരവ് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് വിശ്വാസികൾ ലോകമെമ്പാടും. വളരെ സന്തോഷമുണ്ട് ഈ പള്ളിയിൽ ഈ റമദാനിൽ ഇത്രമേൽ സമാധാനത്തോടെ, ശാന്തിയോടെ, പ്രതീക്ഷയോടെ, നന്മയോടെ കുട്ടികളും യുവാക്കളും മുതിർന്നവരും സ്ത്രീകളും വൃദ്ധന്മാരുമൊക്കെ ഈ ഭവനത്തിൽ ഭജനമിരിക്കുന്നു എന്നത്, ഇഅ്തികാഫ് ഇരിക്കുന്നു എന്നത്, അള്ളാഹുവിൻ്റെ കരുണ പ്രതീക്ഷിച്ച് അവൻ്റെ നന്മയാഗ്രഹിച്ച് സ്വർഗം പ്രതീക്ഷിച്ച് അവിടത്തേക്കുള്ള പ്രവേശനം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളെയും അള്ളാഹു ഇഹലോകത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ പ്രതീക്ഷ പോലെ പരലോകത്ത് അവർക്ക് സ്വർഗം നൽകി അവൻ തുണക്കുമാറാവട്ടെ. ഒരു കഥ ഇങ്ങനെയാണ്, വായിച്ച കഥയാണ്. ആ കഥ, ഒരു രാജാവ് തൻ്റെ മന്ത്രിയെ വിളിച്ച് ചോദിക്കുന്നു അത്രേ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നല്ല അവയവം ഏതാണ്? നാളെ പറയാം എന്ന് മന്ത്രി പറയുകയും പിറ്റേന്ന് ഒരു ആടിൻ്റെ നാവരിഞ്ഞു കൊണ്ടുവന്ന് രാജാവിൻ്റെ മുമ്പിൽ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നല്ല അവയവം എന്ന്. രാജാവ് അന്നൊരു ചോദ്യം ചോദിച്ചു, എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും മോശം അവയവം ഏതാണ് എന്ന്. പിറ്റേന്ന് പറയാമെന്ന് പറഞ്ഞ് ഒരു ആടിനെ അറുത്ത് നാവരിഞ്ഞ് രാജാവിൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചിട്ട് പറഞ്ഞു, ഇതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വൃത്തികെട്ട മോശം അവയവം എന്ന്. ഇതൊരു പ്രതീകാത്മകമായ കഥയായിരിക്കാം, പക്ഷേ തികഞ്ഞ സത്യസന്ധമായ വാക്കുകളാണത് എന്ന് കാണാം. നമ്മുടെ ശരീരത്തിലെ ഇത്ര നന്മയുള്ള ഒരവയവം നിങ്ങൾക്ക് നാവിനെ പോലെ കാണാൻ കഴിയില്ല. ഇത്ര വൃത്തികെട്ട മറ്റൊരവയവവും നാവിനെ പോലെയില്ല. നാവ് കൊണ്ടുണ്ടാകുന്ന നന്മകൾ ഇഹലോകത്ത് അതുണ്ടാക്കാവുന്ന പ്രതികരണങ്ങളും പ്രതിഫലനങ്ങളും എത്രമേൽ വലുതാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാക്കാം. അതേ നാവ് കൊണ്ടുണ്ടാകുന്ന തിന്മകൾ, അതുണ്ടാക്കുന്ന അനുരണനങ്ങൾ, അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ, അതുണ്ടാക്കാവുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എത്രമേൽ വലുതാണെന്ന് അല്പനേരം ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാവ് കൊണ്ടുണ്ടാകുന്ന നന്മകളൊന്ന് ആലോചിച്ച് നോക്കുക.
അള്ളാഹുവിൻ്റെ ദിക്ർ ചൊല്ലുന്നു എന്നതാണ്. അള്ളാഹുവിന് തസ്ബീഹും തഹ്ലീലും തഹ്മീദും തക്ബീറും ചൊല്ലുന്നത് എന്നതാണ്. പ്രവാചക തിരുദൂതർ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കീർത്തനമർപ്പിക്കുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, അദ്ദേഹത്തെ പാടിപ്പുകഴ്ത്തുന്നു, ആ മഹാനുഭാവന്റെ മദ്ഹുകൾ വാഴ്ത്തുന്നു എന്നത് നാവിൻ്റെ നന്മകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നാവ് കൊണ്ട് എത്രമേൽ മനുഷ്യരെ നല്ല വാക്കുകൾ കൂടെ അവരെ സമാധാനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് സാന്ത്വനിപ്പിക്കാം. ആ നാവുകൾ കൊണ്ട് എത്രമേൽ മനുഷ്യരെ, അകന്ന മനുഷ്യരെ അവരുടെ അകൽച്ച മാറ്റി അടുപ്പിക്കാൻ ഈ നാവുകൾ കൊണ്ട് കഴിയും. ഈ നാവ് മനുഷ്യരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള നന്മക്ക് കാരണമാകും. സുഹൃതമുണ്ടാകുന്ന, ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്ന, സാന്ത്വന വാക്കുകൾ നൽകുന്ന, സ്നേഹത്തിൻ്റെ വർത്തമാനങ്ങളിലൂടെ ഈ നാവ് ശരീരത്തിലെ ഏറ്റവും നല്ല അവയവമായിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. ഈ നാവിൻ്റെ ദൂഷ്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അത് സാധാരണ മറ്റ് അവയവങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കുക. കണ്ണുകൊണ്ട് നമുക്ക് തിന്മ കാണാൻ കഴിയും എന്നതാണ് കണ്ണിൻ്റെ ദൂഷ്യം. ചെവി കൊണ്ട് അനാവശ്യമായ വർത്തമാനങ്ങൾ കേൾക്കാൻ കഴിയും എന്നത് മാത്രമാണ് ചെവി കൊണ്ടുള്ള ദോഷം. മനസ്സുകൊണ്ടുള്ള ദോഷം, ഹൃദയം കൊണ്ടുള്ള ദോഷം, അനാവശ്യമായ ചിന്തകൾ ഉണ്ടാകും എന്നതാണ്. കൈകൾ കൊണ്ടുള്ള ദോഷം, അനാവശ്യ കാര്യങ്ങൾ പ്രവർത്തിക്കാം എന്നത് മാത്രമാണ്. കാലുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങൾ, മോശമായ സ്ഥലങ്ങളിലേക്ക് നടന്നു പോകാം എന്നതാണ്. പക്ഷേ നാവ് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളുടെ എണ്ണം എടുത്തു നോക്കൂ നിങ്ങൾ. മനുഷ്യരെ ശാപവാക്കുകൾ ചൊരിയാം എന്നതാണ്, അധാർമികമായ വർത്തമാനങ്ങൾ പറയാം എന്നതാണ്, അശ്ലീലമായ പദങ്ങൾ ഉപയോഗിക്കാം എന്നാണ്, തെറി വിളിക്കുകയും പരിഹസിക്കുകയും മനുഷ്യരെ കുത്തുവാക്ക് പറയുകയും ആളുകൾക്കിടയിൽ ഏഷണി പരത്തുകയും പരദൂഷണമുണ്ടാക്കുകയും കളവ് പറയുകയും മനുഷ്യരെ കുത്തിപ്പറയുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന അനേകം തിന്മകളുടെ കേന്ദ്രബിന്ദു ഈ നാവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ എന്ന്. ശരീരത്തിലെ മറ്റ് അവയവങ്ങളെക്കാൾ നാവിൻ്റെ ദൂഷ്യങ്ങൾ എണ്ണിയാലൊടുങ്ങാത്തതാണ്. മറ്റവയവങ്ങളൊക്കെ ഓരോ തിന്മകളാണ് ചെയ്യുന്നതെങ്കിൽ നാവ് കൊണ്ട് അനേകം തിന്മകൾ ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാകും. ഈ നാവ് മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുപ്പത്തിൽ കുട്ടികൾക്ക് നാവ് നൽകിയിട്ടുണ്ട്, പല്ല് നൽകിയില്ല. എന്താണ് നാവ് കുട്ടികൾക്ക് കൊടുക്കുകയും പല്ല് നൽകാതിരിക്കുകയും ചെയ്തത്? സാധാരണ നാമൊക്കെ പല്ലുകൾ കൊണ്ടുള്ള ഉപയോഗം നോക്കിയാൽ ചവയ്ക്കാൻ ഉപയോഗിക്കാം, ഭക്ഷിക്കാൻ ഉപകരിക്കും, ചിരിക്കാൻ കൊള്ളാം എന്നതാണ് പല്ലുകൊണ്ട്. എന്തേ ചെറുപ്പത്തിൽ അത് കൊടുക്കാഞ്ഞത്? പല്ലുകൊണ്ടുള്ള മറ്റൊരു ഗുണം അഥവാ നാം അറിയാതെയോ നാം ആലോചിച്ചിട്ടോ ഉണ്ടോ എന്നറിയില്ല. അത് ഈ നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന കർമ്മങ്ങളെ തടയിടാൻ കൂടിയാണത്. ചെറുപ്പത്തിൽ കുട്ടികൾ സംസാരിക്കാത്തത് കൊണ്ട് പല്ലു വേണ്ട എന്നാണ്. പിന്നെ ഓരോ അക്ഷരങ്ങളും വാക്കുകളും കുട്ടി തുടങ്ങുമ്പോൾ ഓരോ പല്ലായി മുളച്ചു പൊന്തുന്നത് ആ നാവിനെ തടയാൻ, അനാവശ്യമായ വാക്കുകളെ തടയിടാൻ കൂടിയാണ് പല്ല് എന്ന്. പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ അവൻ്റെ വായിൽ മുഴുവൻ പല്ലാവുകയും ആ നാവിനെ ഭദ്രമായ ഒരു കോട്ടയിൽ നിർത്തുകയും ആവശ്യമായത് മാത്രം പറയുകയും അനാവശ്യം പറയാൻ അനുവദിക്കരുത് എന്നതുകൂടിയാണ് പല്ലിൻ്റെ ധർമ്മം. നമ്മളാരും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പല്ല് ചവയ്ക്കാനും ചിരിക്കാനും തിന്നാനുമാണ് എന്നതിലപ്പുറം ആ നാവിനെ നിയന്ത്രിക്കാൻ കൂടിയുള്ളതാണ് എന്നതാണ് നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അറബി കവിതയുടെ ചേതോഹരമായ ഒരു വാക്കുകളാണത്. അമ്പ് കൊണ്ടേറ്റ മുറിവിന് ശമനമുണ്ട്, പക്ഷേ നാവ് കൊണ്ടേറ്റ മുറിവിന് ശമനമില്ല എന്ന്. ആരുടെയോ പരിക്കുകൾ കത്തി കൊണ്ടുള്ള കുത്തികൾക്ക് ലേപനം പുരട്ടിയാലും അത് ഡോക്ടറെ കൊണ്ട് ചികിത്സിച്ചാൽ മാറുന്നതാണ്.
പക്ഷേ നമ്മുടെ നാവ് കൊണ്ട് മറ്റൊരു മനുഷ്യൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാലാകാലം അതവിടെ തന്നെ കിടക്കും, മായാതെ മറയാതെ. പൊറുക്കാൻ കഴിയും, പക്ഷെ മറക്കാൻ കഴിയില്ല. നാവ് കൊണ്ട് മനുഷ്യരെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. 10 വർഷം മുമ്പ് ആരോ എന്നെക്കുറിച്ച് പറഞ്ഞത് ഇപ്പോഴും ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പുറത്തു കൊടുത്തിട്ടുണ്ടാകാം, പക്ഷെ മറന്നിട്ടുണ്ടാവില്ല. ആ നാവ് കൊണ്ടുണ്ടാകുന്ന ദൂഷ്യത്തിൻ്റെ ഭവിഷ്യത്ത് എത്രമേൽ വലുതാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. നാവ് കൊണ്ട് മനുഷ്യരുടെ ഹൃദയത്തെ, അവൻ്റെ ശരീരത്തെ മുറിവേൽപ്പിക്കുന്നതിനേക്കാൾ മാരകമായ മുറിവ് അവൻ്റെ ഹൃദയത്തിൽ, മനസ്സിൽ വേദന ഉണ്ടാക്കാൻ കഴിയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന്. നാം നമ്മുടെ നാവ് ഉപയോഗിച്ച് എത്ര ആളുകളെ കുത്തിപ്പറഞ്ഞിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കൂടെ കിടക്കുന്ന സഹധർമ്മിണിയെ എത്ര തവണ, എത്ര പ്രാവശ്യം അവരെ കുത്തിനോവിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളെ, വളർന്നു വരുന്ന മക്കളെ നാം നാവ് ഉപയോഗിച്ചിട്ട് എത്ര അസഭ്യം പറഞ്ഞിട്ടുണ്ട്, തെറി പറഞ്ഞിട്ടുണ്ട്. എത്ര ആളുകളോട് നാം കള്ളം പറഞ്ഞിട്ടുണ്ട്, എത്ര ആളുകളെ നാം പരിഹസിച്ചിട്ടുണ്ട്, എത്ര ആളുകളുടെ ഹൃദയത്തെ നാം വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ കർമ്മങ്ങളും, നാവ് കൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങൾ, എത്ര കളവുകൾ പറഞ്ഞിട്ടുണ്ട്, ആരോടൊക്കെ, എപ്പോഴൊക്കെ, എത്രയൊക്കെ, എങ്ങനെയൊക്കെ കളവുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ചിന്തക്ക് ചില പോയിന്റുകൾ മാത്രമാണ് ഇടുന്നത്. ഒരു പണ്ഡിതനോട് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വന്ന് പറഞ്ഞു, അത്രേ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ആ സുഹൃത്തിനെ കുറിച്ചാണ്, നമ്മുടെ രണ്ടാൾക്കും പരിചയമുള്ള സുഹൃത്തിനെ കുറിച്ച്. അപ്പോൾ പണ്ഡിതനായ മനുഷ്യൻ പറഞ്ഞു, അത്രേ, ആ പറയുന്നത് സത്യമാണെന്ന് നിനക്കുറപ്പുണ്ടോ എന്ന് ചോദ്യകർത്താവിനോട്. അദ്ദേഹം പറഞ്ഞു, സത്യമാണെന്ന് ഉറപ്പില്ല, ഞാൻ കേട്ടതാണ്. എന്നാൽ രണ്ടാമത്തെ ചോദ്യം, ആ പറയുന്നത് കൊണ്ട് നിനക്ക് വല്ല ഉപകാരവുമുണ്ടോ എന്ന്. എനിക്ക് പ്രത്യേകിച്ചൊരു ഉപകാരവുമില്ല, ഒരു വാർത്ത പറയുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് കേൾക്കുന്ന എനിക്കെന്തെങ്കിലും ഉപകാരമുണ്ടോ എന്ന് മൂന്നാമത്തെ ചോദ്യം. താങ്കൾക്കും പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, ഒരറിവ് അത്രമാത്രം. സത്യമാണെന്നുറപ്പില്ലാത്ത, നിനക്കോ എനിക്കോ ഉപകാരമില്ലാത്ത കാര്യം പറയേണ്ടതില്ല, പോയിക്കോളൂ. നമ്മളടുത്താണ് അങ്ങനെ വന്ന ഒരാൾ പറഞ്ഞെങ്കിൽ, ആ പറയും നോക്കട്ടെ, എന്താ പറയാതെ, അവൻ എന്താ ചെയ്തത്? എന്തുകൊണ്ട് ഇവരൊക്കെ മഹാന്മാരായി? ഇങ്ങനെ മാത്രമേ ആളുകളെ ദുഷിച്ച് സംസാരിക്കുന്നത് പാടില്ലെന്ന് വിലക്കുന്ന, ഒരു ഉപകാരമില്ലാത്ത വർത്തമാനങ്ങൾ അത് പാടില്ലെന്ന് പാഠം പഠിപ്പിക്കുന്ന, അനുയായിയെ പഠിപ്പിക്കുന്ന ആളുകൾ. അതുകൊണ്ടൊക്കെയാണ് അവരൊക്കെ മഹാന്മാരായത്. സത്യമാണെന്നുറപ്പില്ലാത്ത വർത്തമാനങ്ങൾ പറയരുത് എന്നതാണ്. എനിക്കോ നിനക്കോ ആർക്കും ഉപകാരമില്ലാത്ത വർത്തമാനം വെറുതെയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറഞ്ഞ ഒരു ശകലം വളരെ വിശ്രുതമാണ്. ലിസാനുക ലാ തദ്കുർ ബിഹി ഔറത ഇംറിഇൻ ഫകുല്ലുക ഔറാത്തിൻ വലിന്നാസി അൽസിനു വഅയ്നാക ഇദാ അബ്ദത് ഇലൈക മആയിബ ഫദഅഹാ വഖുൽ യാ ഐനു ലിന്നാസി അഅ്യുനു. എത്ര ശ്രദ്ധേയമാണെന്നറിയോ? നിന്റെ നാവുകൾ കൊണ്ട് ഒരാളുടെയും കുറ്റം പറയല്ലേ. നിന്നിലും കുറ്റങ്ങളേറെയുണ്ട്, ജനങ്ങൾക്ക് നാവുകളുമുണ്ട്. നിന്റെ നാവ് കൊണ്ട് ആരുടെയും കുറ്റങ്ങൾ പറയല്ലേ. നിനക്ക് ഒരുപാട് കുറ്റങ്ങളുണ്ട്, ജനങ്ങൾക്ക് നാവുകളുമുണ്ട് എന്ന് നീ തിരിച്ചറിയണം. അവർക്കും നിന്നെക്കുറിച്ച് ഒരുപാട് പറയാൻ കഴിയും, നീ അവരെക്കുറിച്ച് പറഞ്ഞാൽ. അതുകൊണ്ട് ലിസാനുക ലാ തദ്കുർ ഔറത ഇംറിഇൻ, ഒരു മനുഷ്യൻ്റെയും സ്വകാര്യതയിലേക്ക്, അവൻ്റെ കുറ്റങ്ങളിലേക്ക്, കുറവുകളിലേക്ക് ചൂണ്ടിക്കൊണ്ടാകരുത് നിന്റെ നോട്ടവും വർത്തമാനവും പറച്ചിലുമൊക്കെ. ഇനി അദ്ദേഹം പറയുന്നു, നിന്റെ കണ്ണുകൾ ജനങ്ങളുടെ കുറ്റങ്ങൾ കാണിച്ചു തന്നാൽ, ആരുടെയെങ്കിലും കുറ്റങ്ങളും കുറവുകളും നിന്റെ കണ്ണുകൾ നിന്നോട് കാണിച്ചു തന്നാൽ, നിന്റെ കണ്ണുകളോട് നീ പറയുക, ജനങ്ങൾക്കും കണ്ണുകളുണ്ടെന്ന്, നിന്നിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ അവർക്കും കഴിയുമെന്ന്
നീ അവരെ കുറിച്ച് പറഞ്ഞത് അവർക്ക് നിന്നെക്കുറിച്ചും പറയാമെന്ന് ഇമാം ഷാഫിഈ പറഞ്ഞ കാര്യം ചരിത്രത്തിൽ ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മഹാൻ തൻ്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ തൻ്റെ കൂട്ടുകാരിൽ ഒരാൾ വന്നിട്ട്, കൂട്ടുകാരൊന്നിച്ചിരുന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ കാരണം? നിങ്ങൾ തങ്ങളുടെ ഭാര്യയെ ത്വലാഖ് ചെല്ലാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞല്ലോ, എന്തേ കാരണം? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ അവർ എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ അരുതാത്തതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു 6 മാസം കഴിഞ്ഞു, ത്വലാഖ് ചൊല്ലി കുറേ കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വന്നു. എന്താണ് നിങ്ങളന്ന് ഭാര്യയെ ത്വലാഖ് ചെല്ലാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ അവർ മറ്റൊരാളുടെ ഭാര്യയാണ്, അവരെക്കുറിച്ച് മറ്റൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ വിവാഹമോചനം വളരെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. വിവാഹത്തെക്കാൾ കൂടുതൽ, അതിനേക്കാൾ സ്പീഡിൽ മോചനങ്ങൾ നടക്കുന്ന കാലം. ഇന്ന് അങ്ങനെ ഒരാൾ തൻ്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചോദിച്ചു വന്ന ആളോട് എന്താണ് പറയുക? ആലോചിച്ച് നോക്കൂ. പൊടിപ്പും തൊങ്ങലും വെച്ച് അവളുടെ ആദ്യം മുതൽ ഇതുവരെയുള്ള എല്ലാ തിന്മകളും എടുത്തിട്ട് താൻ വിശുദ്ധനായി ചമയുകയും അവരെ ഏറ്റവും അധമയായി ചിത്രീകരിക്കുകയുമല്ലേ ചെയ്യുക? ഒരു പെണ്ണാണെങ്കിൽ തൻ്റെ ഭർത്താവിനെ കുറിച്ച്, വിവാഹമോചനം ചെയ്യാൻ പോകുന്ന ആളെക്കുറിച്ച് എത്രയധികം കഥകളാണ് പറയുക, എത്രയധികം ഇല്ലാത്ത കാര്യങ്ങളാണ് അവിടെ പറയുക. അഥവാ ഇന്ന് വിവാഹമോചനം അത് ഒരുപാട് തിന്മകളുടെ കൂടാരമായി മാറിയിരിക്കുന്നു. അത് മറ്റുള്ളവനെ കുറിച്ച് മോശമായി ചിത്രീകരിച്ചുകൊണ്ട് താൻ നല്ലവനെ പിള്ള ചമഞ്ഞുകൊണ്ട് മാറിയിരിക്കുന്നു. നാവ് കൊണ്ട് വിവാഹമോചിതരാകുന്ന ആളുകൾ എത്രയധികം കള്ളങ്ങളാണ് പറയുന്നത്. അവരൊക്കെ അവരുടെ കേസുകൾ കോടതിയിലെത്തുമ്പോൾ എത്രയധികം അഡ്വക്കറ്റുമാർ എത്രയധികം കള്ളങ്ങളാണ് അവരോട് പറഞ്ഞു കൊടുക്കുന്നത്. തൻ്റെ വാദം ശരിയാണെന്ന് വെക്കാൻ, തൻ്റെ ആവശ്യം നിർവഹിക്കാൻ, എന്നിട്ട് വിവാഹമോചനം നേടിയിട്ട് അവനിൽ നിന്ന് അവളിൽ നിന്ന് പണം തിരിച്ചെടുക്കാൻ എത്രയധികം കള്ളങ്ങളാണ് പറയുന്നത്. പ്രവാചക തിരുദൂതർ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തിൽ ഒരാൾ വന്ന് ചോദിച്ചു അത്രേ, പ്രവാചകരെ, ഒരു വ്യഭിചരിച്ച ആളെ മുസ്ലിം എന്ന് വിളിക്കാമോ എന്ന്. പ്രവാചക തിരുദൂതർ അല്പനേരം ആലോചിച്ചു പറഞ്ഞു, അതെ, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദ നിമിത്തം ഒരാൾ വ്യഭിചരിച്ചാലും അയാൾ മുസ്ലിം എന്ന് അയാളെ വിളിക്കാം. രണ്ടാമത്തെ ചോദ്യം, കള്ളു കുടിച്ച ഒരു മനുഷ്യനെ മുസ്ലിം എന്ന് വിളിക്കാമോ എന്ന്. പ്രവാചകൻ പറഞ്ഞു, അതെ, ചിലപ്പോൾ സൗഹൃദത്തിൻ്റെ കൂട്ടുകെട്ടിൻ്റെ വലയിൽപ്പെട്ട് കള്ളു കുടിച്ചെന്ന് വന്നാൽ പോലും അയാൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തല്ല, മുസ്ലിം എന്ന് വിളിക്കാം. മൂന്നാമത്തെ ചോദ്യം, നുണ പറഞ്ഞ ഒരു മനുഷ്യനെ മുസ്ലിം എന്ന് വിളിക്കാമോ എന്ന്. പ്രവാചകൻ അല്പനേരം പോലും ആലോചിക്കാതെ പറഞ്ഞു, നുണ പറഞ്ഞവനെ മുസ്ലിം എന്ന് വിളിക്കാവതല്ല എന്ന്. ആദ്യത്തെ 2 വിഷയത്തിലും നാം എത്രമേൽ ഗൗരവത്തിലാണ് കാണുന്നത്. വ്യഭിചാരവും കള്ളും അതുപോലെയുള്ള ലഹരികളും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ എത്രമേൽ ജാഗ്രതാണ് നമ്മൾ. പക്ഷേ മൂന്നാമത് പറഞ്ഞത് എത്ര നിസ്സാരമായിട്ടാണ് നാം കാണുന്നത്. എത്ര ലാഘവത്തോടു കൂടിയാണ് നുണകൾ പറയുന്നത്. കുട്ടികൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഉമ്മയോട് നുണ പറയുന്നു, ഭർത്താവ് ഭാര്യയോട്, ഭാര്യ ഭർത്താവിനോട്, സ്കൂളിലെത്തിയാൽ ടീച്ചർ കുട്ടികളോട്, കുട്ടികൾ ടീച്ചറോട്. ബിസിനസ്സുകൾ ആ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന്. ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ കള്ളങ്ങളിലൂടെയാണ് നടത്തപ്പെടുന്നത് എന്ന്. തങ്ങളുടെയൊക്കെ ബിസിനസ് സ്ഥാപനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി നുണകളുടെ മാലപ്പടക്കങ്ങൾ പൊട്ടിക്കുന്ന ആളുകൾ. നുണ എന്നത് ലോകവ്യാപകമായി വളരെ വ്യാപകമായി നടക്കുന്ന, അതൊന്നും കുറ്റമായി കാണുന്നില്ല. പക്ഷേ എൻ്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രമേൽ ഗൗരവത്തോടു കൂടി പറഞ്ഞത് അവൻ മുസ്ലിം എന്ന് വിളിക്കാവതല്ല എന്ന്. കുട്ടികളെ നാം വളർത്തുമ്പോൾ ചെറുപ്പത്തിലെ അവരെ ആ ശിക്ഷണം നൽകി, നുണ പറയുന്നതിൽ നിന്ന്, കള്ളത്തിൽ നിന്ന്, കള്ളത്തരങ്ങളിൽ നിന്ന്, ആ നാക്കുകളുടെ വേണ്ടാധീനങ്ങളിൽ നിന്ന്, ഉണ്ടാക്കുന്ന ദൂഷ്യങ്ങളിൽ നിന്ന് നാം അവരെ ബോധവൽക്കരിക്കുകയല്ലാതെ വഴിയില്ല. ചൊട്ടയിലെ ശീലം ചുടല വരെയാണ്. അവിടെ നിന്ന് തുടങ്ങിയാൽ അത് അവൻ്റെ കാലാകാലം നിലനിൽക്കും. അവൻ തൊട്ടിലിൽ നിന്ന് തുടങ്ങിയാൽ അവൻ്റെ കട്ടിൽ വരെ, കബറിടം വരെ നീണ്ടു നിൽക്കുന്നതാണ്. ഞാൻ എന്തിനാണ് ഈ വിശുദ്ധമായ 27-ാം രാവിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നത് എന്ന്.
തൗഹീദിനെ കുറിച്ച് പറയാം, ഈമാനിനെ കുറിച്ച്, ഇഖ്ലാസിനെ കുറിച്ച്, ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് പറയാം. പക്ഷേ ലൈവായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിസ്സാരമെന്ന് തോന്നിക്കുന്ന നാവിനെ കുറിച്ച് പറയാൻ ഒരു ക്ലാസ്സോ, അതും ഈ വിശുദ്ധമായ ദിനത്തിൽ. സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ജീവിതത്തിൽ നാം ഒക്കെ നിർബന്ധമായും പാലിക്കേണ്ടുന്ന, നാം നിർബന്ധമായും കൺട്രോൾ ചെയ്യേണ്ടുന്ന, നിർബന്ധമായും വിലക്കേണ്ടുന്ന, പരിധികൾ നിർണ്ണയിക്കേണ്ടുന്ന, ശ്രദ്ധ പുലർത്തേണ്ടുന്ന, സൂക്ഷ്മതയെ പുലർത്തേണ്ടുന്ന ഒന്നിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നാം ഒക്കെ ജീവിക്കുന്ന ഈ ചുറ്റുപാട്, അങ്ങനെ നാവിനെ കൊണ്ടുള്ള ദൂഷ്യങ്ങളിൽ എത്രമേൽ കുടുംബങ്ങളാണ് ശിഥിലമായി പോകുന്നത്. എത്ര മനുഷ്യരെയാണ് ഈ നാവ് കരയിച്ചിരിക്കുന്നത്. എത്ര ആളുകളുടെ മനസ്സിനെയാണ് ഈ നാവ് വേദനിപ്പിച്ചിരിക്കുന്നത്. എത്ര ആളുകളുടെ കണ്ണീരാണ് ഈ നാവിനെ കൊണ്ടുണ്ടായത്. എത്ര ആളുകളുടെ അഭിമാനമാണ് അപമാനപ്പെടുത്തിയത്. എത്ര ആളുകളുടെ മനസ്സിനെ കുത്തിനോവിച്ചിട്ടാണ് എൻ്റെ ഓരോ ദിനരാത്രങ്ങളും കടന്നു പോകുന്നത് എന്നാലോചിക്കണം. ഈ നാവ്, സഹോദരിമാരെ, സഹോദരന്മാരെ, അതിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ഇഹലോകത്തെ ഏറ്റവും നല്ല അവയവമായ, പരലോകത്തേക്ക് ഏറ്റവും നല്ല അവയവമായ ഇത് നശിച്ചാൽ, അത് ദൂഷ്യത്തിലകപ്പെട്ടാൽ, അതെങ്ങാനും നമ്മെ നരകത്തിലേക്ക് എത്തിച്ചാൽ, ഈ റമദാനിലെ ദിനരാത്രങ്ങളിലെ ഉറക്കിഴക്കൽ വെറുതെ പാഴായിപ്പോയില്ലേ? ഇവിടെ കിടക്കുന്ന നാം ചെയ്തു കൂട്ടിയിരിക്കുന്ന എല്ലാ അമലുകളും ബാത്തിലായി പോകില്ലേ? പ്രവാചക തിരുദൂതർ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടധികം സന്ദർഭങ്ങളിൽ, ആ ഹദീസുകളൊക്കെ പറയാൻ സമയമില്ല, ചില സന്ദർഭങ്ങൾ മാത്രം പറയാം. അന സഈമും ബിബൈത്തിൻ ഫീ റബ്ദിൽ ജന്ന ലിമൻ തറകൽ മിറാഅ വഇൻ കാന മുഹിത്തൻ വബൈത്തുൻ ഫീ വസ്തിൽ ജന്ന ലിമൻ തറകൽ കദിബ് വഇൻ കാന മാസിഹൻ വബൈത്തുൻ ഫീ അഅലൽ ജന്ന ലിമൻ ഹസ്സന ഖുലുഖഹു. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ പ്രാന്തപ്രദേശത്ത് ഒരു വീട് ഉറപ്പ് തരാം. നിങ്ങളുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സ്വർഗത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ, അതിൻ്റെ അരികുവട്ടങ്ങളിൽ എവിടെയെങ്കിലും ഒരു വീട് നിങ്ങൾക്ക് വേണമോ? ഞാൻ ഉറപ്പ് തരാം. അന സഈമുൻ ബിബൈത്തിൻ ഫീ റബ്ദിൽ ജന്ന. ആർക്കാണത്? ലിമൻ തറക അൽ മിറാഅ. അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ ഒഴിവാക്കിയവനാണുള്ളത്. വഇൻ കാന മുഹിത്തൻ. ഇത്ര കൂടെ പ്രവാചകൻ കൂട്ടിച്ചേർത്തു. ആ പറയുന്നത് സത്യസന്ധമാണെന്നവന് 100% ഉറപ്പുണ്ടെങ്കിലും അനാവശ്യമായ തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെട്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ അവനാണ് ഞാൻ സ്വർഗത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് ഒരു വീട് തരിക. പ്രവാചകൻ വീണ്ടും തുടർന്നു, വബൈത്തുൻ ഫീ വസ്തിൽ ജന്ന. സ്വർഗത്തിൻ്റെ ഒത്ത നടുക്ക് ഞാൻ ഒരു വീട് നിങ്ങൾക്ക് തരാം, ഗ്യാരണ്ടി തരാം. പ്രവാചകൻ ഉറപ്പ് തരികയാണ്. ആർക്കാണത്? ലിമൻ തറക്കൽ കദിബ്. കള്ളം ഒഴിവാക്കിയവന്. ഇത്ര കൂടെ പ്രവാചക ശ്രേഷ്ഠൻ കൂട്ടിച്ചേർത്തു. വഇൻ കാന മാസിഹൻ. തമാശക്ക് പോലും കളവ് പറയാതെ മാറി നിന്ന മനുഷ്യനുള്ളതാണ് ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള എന്ന് പറയാവുന്ന രൂപത്തിൽ സ്വർഗത്തിൻ്റെ ഒത്ത നടുക്ക് ഒരു വീട്. ഇനിയും പ്രവാചകൻ കൂട്ടിച്ചേർത്തു, വബൈത്തുൻ ഫീ അഅലൽ ജന്ന. സ്വർഗത്തിൻ്റെ അത്യുന്നത സോപാനങ്ങളിൽ നിങ്ങൾക്കൊരു വീട് ഞാൻ ഉറപ്പ് തരാം. ലിമൻ ഹസ്സന ഖുലുഖഹു. അനാവശ്യമായ തർക്കവിതർക്കങ്ങളില്ലാതെ, അനാവശ്യമായ വർത്തമാനങ്ങളില്ലാതെ, നുണപറച്ചിലില്ലാതെ ജീവിച്ച് തൻ്റെ സ്വഭാവത്തെ വിമലീകരിച്ചാൽ, മലിനമുക്തമാക്കിയാൽ അവനുള്ളതാണ് സ്വർഗത്തിൻ്റെ അത്യുന്നത സോപാനങ്ങളിൽ ഒരു വീട്. സഹോദരിമാരെ, സഹോദരന്മാരെ, എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ എന്നോടും നിങ്ങളോടും പറയുകയാണ്, അങ്ങനെ ഒരു വീടിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് നാം. സ്വർഗത്തിലേക്ക് കടക്കാൻ നാം ഊഴങ്കാത്തു നിൽക്കുന്ന, അതിനുവേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിൽ അഹോരാത്രം പാടുപെട്ടുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി ഉറക്കിളയ്ക്കുന്ന, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന, വിശപ്പ് കൊള്ളുന്ന, അതിനുവേണ്ടി എന്തും ത്യാഗവും ചെയ്യിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. പക്ഷേ നാവിൻ്റെ ദൂഷ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാതെ നമുക്കവിടെ കടക്കാൻ കഴിയില്ല. ഞാൻ എന്നെക്കുറിച്ച് പുനരാലോചന നടത്തണം, നിങ്ങൾ നിങ്ങളെക്കുറിച്ചും. ഞങ്ങൾ ഇതുവരെ നമ്മുടെ ആയുസ്സിൻ്റെ ഇതുവരെയുള്ള ഭാഗത്ത് 10, 20, 30, 40, 50, 60, 70 വയസ്സായ ആളുകൾ. ജീവിതകാലത്ത് എത്രമേൽ എൻ്റെ നാവിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ട്, എത്രമേൽ ഞാൻ അതിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്.
നാവ് എന്നെയാണോ നിയന്ത്രിച്ചത്, ഞാൻ നാവിനെയാണോ നിയന്ത്രിച്ചത്? എന്തും പറയാവുന്ന രൂപത്തിൽ അഴിച്ചുവിട്ട സാധനമാണോ അത്? അതല്ല ആലോചിച്ച് പറയുന്ന വർത്തമാനങ്ങൾ മാത്രമാണോ എന്നിൽ നിന്നുണ്ടായത്? അയ്യോ എന്ന് പറഞ്ഞത് അബദ്ധമായല്ലോ എന്ന് പ്രവാചക തിരുദൂതർ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. അതിൽ ഇത്ര കൂടെയുണ്ട് പ്രവാചകൻ പറഞ്ഞത്. നാളെ നീ നാളെ ദുഃഖത്തിനിടവരുത്തുന്ന ഒരു വർത്തമാനവും നീ പറഞ്ഞു പോകരുത്. നാളെ ദുഃഖത്തിനിടവരുത്തുന്ന ആ പറഞ്ഞത് വാവിട്ട വാക്ക് അഥവാ വായിൽ നിന്ന് പൊഴിഞ്ഞ വാക്ക് ഒരിക്കലും തിരിച്ചു വായിലേക്ക് എടുക്കാൻ കഴിയില്ല. അത് മറക്കാൻ കഴിയില്ല. അത് മറക്കാൻ കഴിയില്ല ആളുകൾക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ സഹധർമ്മിണിയെ, മക്കളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, അയൽക്കാരെയൊക്കെ നാം എത്രമേൽ പഴിച്ചിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്, ശകാരിച്ചിട്ടുണ്ട്, വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ട്, ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, നമീമത്ത് പറഞ്ഞിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, അവർ പരദൂഷണം പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം. ഇതൊരു ചെറിയ വിഷയമായി നാം കരുതരുത്. ഇതൊരു വലിയ വിഷയമായതുകൊണ്ടാണ് നാവ് എന്ന വിഷയത്തെക്കുറിച്ച് മാത്രം ഇന്ന് സംസാരിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചത്. നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി ഈ നാവ് കൊണ്ടുണ്ട്. ഇതിനെ മലിനമുക്തമായി നന്നായി ആക്കിയാൽ അത് ഇവിടെയും നല്ലവനാകും. ആ മനുഷ്യൻ നാളെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വഴിയുമാകും. അഥവാ ഈ നാവിനെ കെട്ടഴിച്ചു വിടുകയും തോന്നിയതുപോലെ പറയുകയും തോന്നുന്നതൊക്കെ വിളിച്ചു പറയുകയും ഇഷ്ടമുള്ളതൊക്കെ പറയുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് വന്നാൽ ഇവിടെയും നമുക്ക് ശാപമാണ്, ആളുകളുടെ മുമ്പിൽ മോശമാണ്, നാളെ പരലോകത്തും നമുക്ക് വിരൽ കടിക്കേണ്ടി വരും. അങ്ങനെ വരാതിരിക്കട്ടെ എന്നതാണ് നമ്മുടെ പ്രാർത്ഥന. നിങ്ങൾ സഹാബിമാർ പലപ്പോഴും പറയാറുണ്ട്, മൻ കസുറ കലാമുഹു കസുറ ഖതഉഹു വമൻ കസുറ ഖതഉഹു ഖല്ല ഹയാഉഹു. ആർ സംസാരം അധികരിപ്പിച്ചുവോ, ആര് വർത്തമാനങ്ങൾ വല്ലാതെ പറയുന്നുവോ, വല്ലാതെ സംസാരിക്കുന്ന ആളുകൾ അവൻ്റെ തെറ്റുകൾ അധികരിക്കും. മൻ കസുറ കലാമുഹു കസുറ ഖതഉഹു. അവൻ്റെ വർത്തമാനങ്ങൾ അധികരിച്ചാൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് അവൻ്റെ തെറ്റുകൾ അധികരിക്കുമെന്ന്. വമൻ കസുറ ഖതഉഹു ഖല്ല ഹയാഉഹു. തെറ്റുകൾ അധികരിച്ച് കുമിഞ്ഞുകൂടി ചെറുത് വലുതായി അങ്ങനെ നാണമില്ലാത്തവനായി, ലജ്ജയില്ലാത്തവനായി മാറും. വമൻ ഖല്ല ഹയാഉഹു. ലജ്ജ കുറഞ്ഞവൻ ഖല്ല വറഉഹു. ഭക്തി കുറഞ്ഞവനായി മാറും. മനസ്സിൽ ഭക്തി കുറയാൻ, നാണമില്ലാത്തവന് ഭക്തി ഉണ്ടാകില്ല, കുറഞ്ഞു വരുമെന്ന്. ഒമൻ ഖല്ല വറഉഹു. ആ മനുഷ്യൻ്റെ, ഏതൊരുത്തൻ്റെ വറഅ്, ഈ ഭക്തി കുറഞ്ഞുവോ, മാത്ത ഖൽബുഹു. അവൻ്റെ ഹൃദയം മരിച്ചുപോയി. ഒമൻ മാത്ത ഖൽബുഹു. അങ്ങനെ ഹൃദയം മരിച്ച മനുഷ്യൻ അവൻ ദഖലൻ നാർ, അവൻ നരകത്തിലാണ് എന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നാമൊക്കെ സ്വർഗത്തിലേക്ക് പാടുപെട്ട് പണിയെടുക്കുമ്പോൾ ഈ നാവ് നമ്മെക്കൊണ്ട് നരകത്തിലേക്ക് എത്തിച്ചാൽ പിന്നെ എന്ത് ഫലം സഹോദരന്മാരെ? അങ്ങനെ വരാതിരിക്കട്ടെ എന്നതാണ് നമ്മുടെ ആഗ്രഹം. പ്രവാചക തിരുദൂതരുടെ വളരെ വിശ്രുതമായ സംഭവം നമ്മൾ ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിച്ചിരിക്കും. പ്രവാചകനും അനുയായികളും നടന്നു പോകവേ തൻ്റെ രണ്ട് സുഹൃത്തുക്കൾ സംസാരിക്കുന്നത് കേട്ടു. ആരോ അവിടെ ഇല്ലാത്ത ഒരാളുടെ കുറ്റവും കുറവുമാണ് പറഞ്ഞത്. പ്രവാചക തിരുദൂതർ ഇത് കേട്ടപ്പോൾ അവിടുന്ന് മൗനം ഭജിച്ചു. കുറെ കൂടെ നടന്നപ്പോൾ ഒരു ചത്ത കഴുതയുടെ ശവം കണ്ട് നാറുന്ന ആ ശവത്തിൻ്റെ അടുത്ത് വന്ന് ആ രണ്ട് സഹോദരന്മാരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അവിടെ ഇരിക്കൂ, ഇത് തിന്നോളൂ. ഇത് ശവം തിന്നാൻ പാടില്ലെന്ന് പ്രവാചകൻ പഠിപ്പിച്ച പ്രവാചകൻ ചത്ത കഴുതയുടെ നാറുന്ന ശവം തിന്നാൻ പറയുകയോ? എന്താണ് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ ഇതുവരെ പറഞ്ഞ വർത്തമാനമുണ്ടല്ലോ, ഇതിനേക്കാൾ മോശമാണത് എന്ന്, അതിനേക്കാൾ നല്ലതാണ് ഇത് എന്ന്. ശവന്തീനികളായി മാറുന്ന, മറ്റുള്ളവൻ്റെ ശവം തിന്നുന്ന, അവൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന, കുറ്റം പറയുന്ന, ഗീബത്ത് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. നാമൊക്കെ എത്ര ശവങ്ങളെയാണ് തിന്ന് കൂട്ടിയത് എന്ന്, എത്രയെത്ര മനുഷ്യമാംസങ്ങളെയാണ്, ചത്ത ശവങ്ങളെയാണ്, നാറുന്ന സാധനത്തെയാണ് അകറ്റുകയറ്റിയത് എന്ന്. പ്രതീകാത്മകമായ ഒരു ചിത്രീകരണമാണ് പ്രവാചകൻ്റേത്, അല്ല യാഥാർത്ഥ്യപൂർണമായ ചിത്രീകരണം. നാമൊക്കെ ജീവിതത്തെക്കുറിച്ച്, ഈ ഒരു നിസ്സാരം എന്ന് നമുക്ക് തോന്നാവുന്ന ഒന്നിനെക്കുറിച്ച് പേർത്തും ആലോചിച്ചു കൊണ്ടിരിക്കണം. സ്ഥിരമായതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. എന്നിൽ നിന്ന് അരുതാത്തത് വല്ലതും, മറ്റുള്ളവനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും,
ബന്ധങ്ങൾ വിച്ഛേദനത്തിന് കാരണമാകുന്ന വർത്തമാനങ്ങൾ ഉണ്ടോ എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം അന്വേഷണം. അത്തദറൂന മനിൽ മുഫ്ലിസ്, പ്രവാചക ദൂതർ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദിച്ച ആ ഹദീസ് എത്ര തവണ നാം മെമ്പറുകളിൽ നിന്ന് ഖുത്ബകളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അതിനർത്ഥം എന്നാലോചിച്ചിട്ടുണ്ടോ? പാപ്പരായവൻ ആര് എന്ന ചോദ്യം. ദിർഹമും ദീനാറുമില്ലാത്ത, നാണയത്തൊട്ടില്ലാത്ത, പണമില്ലാത്തവനല്ലേ പാപ്പർ? ഞാൻ വിചാരിച്ച പാപ്പർ അതല്ല. പ്രവാചകന്റെ മറുപടി, അന്ത്യനാളിൽ നന്മയുടെ കേദാരങ്ങളായി ഭണ്ഡാകാരവുമായിട്ട് വരുന്നു. പക്ഷേ ഒരുത്തന്നെ അപമാനിച്ച കാരണത്താൽ ഇവന്റെ നന്മയിൽ നിന്ന് അയാൾക്ക് എടുത്തു കൊടുത്തു. വീണ്ടും മറ്റൊരുത്തനെ അപഹസിച്ചതിൻ്റെ പേരിൽ വീണ്ടും ഈ കൊണ്ടുവന്ന നന്മയിൽ നിന്ന് അതിന് കൊടുത്തു. പിന്നെയും മറ്റൊരാളെ കുത്തിപ്പറഞ്ഞതിൻ്റെ പേരിൽ ഇയാളുടെ നന്മയെടുത്ത് അവന് കൊടുത്തു. പരിഹസിച്ചതിൻ്റെ പേരിൽ, അപമാനിച്ചതിൻ്റെ പേരിൽ, നുണ പറഞ്ഞതിൻ്റെ പേരിൽ, അവൻ്റെ അഭിമാനം ക്ഷതപ്പെടുത്തിയതിൻ്റെ പേരിൽ, ഗീബത്ത് പറഞ്ഞതിൻ്റെ പേരിൽ ഒക്കെ എല്ലാ നന്മകളും അവന് ഈ മനുഷ്യൻ്റേത് ഭാണ്ഡത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു. പിന്നെയും പരാതിക്കാരുടെ ബഹളം. ഇയാളുടെ നന്മകളൊക്കെ, ഭണ്ഡാകാരവുമായി കൊണ്ടുവന്ന നന്മകളൊക്കെ നശിച്ചുപോയി, അഥവാ തീർന്നുപോയി. പിന്നെ അള്ളാഹു കണ്ടെത്തിയ വഴി ആ പരാതിക്കാരുടെ തിന്മകളെടുത്ത് ഈ മനുഷ്യന് ചാർത്തി. ഓരോരുത്തരുടെയും തിന്മകളെടുത്ത് ഇയാൾ എത്ര പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ച് അവസാനം നന്മയുടെ ഭണ്ഡാകാരവുമായി വന്ന ഭാണ്ഡവുമായി വന്ന മനുഷ്യൻ തിന്മയുടെ ഭാണ്ഡവുമായിട്ട് നരകത്തിലേക്ക് പോകുന്നതിൻ്റെ ഗതികേട്, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവനാണ് മുഫ്ലിസ്, അവനാണ് പാപ്പരായവൻ. ദീനാറും ദിർഹമുള്ളവനെ കുറിച്ചല്ല ചാടി പറഞ്ഞത്. പ്രവാചകന്റെ ചിത്രീകരണം എത്ര ശ്രദ്ധേയമാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. എത്രമേൽ വിശുദ്ധ ഖുർആൻ ഒരു സൂറത്ത് തന്നെ. നാശം. ആർക്കാണ് നാശം? ഒളിഞ്ഞു നിന്നും തെളിഞ്ഞു നിന്നും കുറ്റം പറയുന്ന മനുഷ്യരെ, ആരും കാണാതെ കേൾക്കാതെ അവനെക്കുറിച്ച് ആരോടോ പറയുന്നവൻ, കാണുകെ അവന് മുമ്പിൽ നിർത്തി അപഹസിക്കുന്ന മനുഷ്യൻ, അവനുള്ളതാണ് വൈൽ. വൈൽ എന്ന് പറഞ്ഞാൽ നാം പഠിച്ചത് നാശം എന്നാണ്. മുഫസ്സിറുകൾ വൈലിനെ കുറിച്ച് പറയുന്നത് നരകത്തിലെ ഒരു പ്രത്യേക ഭാഗത്തിൻ്റെ പേരാണത്രേ വൈൽ. അതിൽ കടക്കുന്ന ഒരു കൂട്ടർ ഇത്തരം മനുഷ്യൻ്റെ ശവം തിന്നുന്ന ആളുകളെക്കുറിച്ചാണ്. ഹുമസയും ലുമസയും, കുത്തിപ്പറയുകയും പഴി പറയുകയും ഗീബത്ത് പറയുകയും നമീമത്ത് പറയുകയും ഒക്കെ ചെയ്ത ആളുകൾക്ക് കടക്കാൻ സ്പെഷ്യലായിട്ട് റിസർവ് ചെയ്ത സ്ഥലത്തെക്കുറിച്ചാണ് വൈലെന്ന്. സഹോദരിമാരെ, നമുക്കിവിടെ കടക്കാതിരിക്കാനുള്ള വല്ലാത്ത കൊതിയുണ്ട്. പക്ഷേ നാം നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യാതെ ആ കൊതി വെറും കൊതി മാത്രമായി മാറില്ലേ? ആലോചിച്ച് നോക്കുക. എത്ര അധികം ഹദീസുകളും ആയത്തുകളുമാണ് ഈ ഒരു നിസ്സാരം എന്ന് നമുക്ക് തോന്നാവുന്ന ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان. നമ്മൾ പഠിച്ച സുഹൃത്തുക്കളാണ് അതൊക്കെ. ولا تلمزوا أنفسكم ولا تنابزوا. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് പഠിക്കണം. ഞാനിതൊക്കെ വിശദീകരിക്കല്ല, ചില സൂചനകൾ മാത്രം പറയുകയാണ്. എന്താണ് അവിടെ ലുമസയും ഹുമസയും അതുപോലെ തന്നെ ലംസുമൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഞാനൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് പേടിക്കേണ്ടതാണ്. നമ്മിൽ നിന്നൊക്കെ അറിയാതെ പോലും വന്നു പോകുന്നുവോ എന്ന് പേടിക്കേണ്ടതാണ്. ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ. എത്ര തവണ നമ്മൾ കേട്ടതാ പരിഹാസത്തെക്കുറിച്ച്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമോ? താഴെയുള്ള സ്ത്രീകളൊന്ന് പ്രത്യേകിച്ച് ആലോചിക്കണം. വിശുദ്ധ ഖുർആനിൽ കമാൻഡ്, കൽപ്പനകളൊക്കെ പുല്ലിംഗ പദത്തിലാണ് വരിക. നമസ്കരിക്കുക എന്ന് പറയുന്നത് ആണുങ്ങളോടാണ്. നോമ്പ് നോൽക്കുന്നതിനെ കുറിച്ച് പദം ഉപയോഗിച്ചത് ആണുങ്ങളോടാണ്. എല്ലാ കൽപ്പനകളും അങ്ങനെയാണ്, നിരോധങ്ങളും അങ്ങനെ തന്നെയാണ്. ഇവിടെ മാത്രം സ്ത്രീകളെ മാത്രം പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്ത്? ولا نساء من نساء عسى أن يكن خيرا منهن. എന്തേ അത് കാരണം? എല്ലാവരുടെയും പുല്ലിംഗം അതെല്ലാവർക്കും ബാധകമാണ്. ആണുങ്ങളോട് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്കും ബാധകമാണ്. നിസ്കരിക്കണം എന്ന് ആണുങ്ങൾ പറഞ്ഞാൽ, നോമ്പ് തോൽക്കണം എന്ന് പറഞ്ഞാൽ, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, നന്മ ചെയ്യണം, സുഹൃതം ചെയ്യണം, നന്മ കൽപ്പിക്കണം, ഒക്കെ പുല്ലിംഗ പദമാണ്. ഇവിടെ മാത്രം എന്തേ അങ്ങനെ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ പറഞ്ഞിട്ട് പിന്നെ അബ്ദുറഹ്മാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തേ അത്? അവിടെ എന്തോ ഉണ്ടല്ലോ സ്പെഷ്യലായിട്ട്.
അഥവാ അങ്ങനെയുള്ള ആളുകൾ സ്ത്രീകളിൽ കൂടുതലുണ്ട് എന്നാണോ അറിയില്ല. സ്ത്രീകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണോ എന്നും അറിയില്ല. ഞാൻ സൂചനകൾ മാത്രം തരികയാണ്. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എത്ര ശ്രദ്ധേയമാണെന്നറിയോ? ഇദാ അസ്ബഹ ഇബ്നു ആദം, ഒരു മനുഷ്യൻ അവൻ രാവിലെയായാൽ ഫഇന്നൽ അഅദാ കുല്ലഹാ തുകഫിറുൽ ലിസാൻ, അവൻ്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും നാവിനോട് കെഞ്ചുമത്രേ. ഫതഖൂൽ, അത് പറയും, ഇത്തഖില്ലാഹ ഫീനാ, നാവേ ഞങ്ങളെ തൊട്ട് കാക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം. നീ എന്തെങ്കിലും പറഞ്ഞു, നീ എന്തെങ്കിലും പറഞ്ഞു പോകും, പക്ഷെ കൊള്ളേണ്ടത് ഞങ്ങളാണ്. നീ പറഞ്ഞിട്ട് ഉള്ളിലേക്ക്, പല്ലിനിടയിലേക്ക്, ഭദ്രമായ അവിടെ കോട്ടയിലേക്ക് പോകും. പക്ഷെ നീ പറഞ്ഞതിൻ്റെ ദൂഷ്യം അനുഭവിക്കേണ്ടത് കൈയാണ്, കാലാണ്, പുറമാണ്, ശരീരമാണ്. അതുകൊണ്ട് നാവ് ഓരോ ദിവസവും നാവിനോട്, ശരീരത്തിലെ നമ്മുടെ നാവിനോട് നമ്മുടെ അവയവങ്ങൾ പറയുമത്രേ, ദയവ് ചെയ്ത് പ്ലീസ് അരുത്, ഇന്നെന്തെങ്കിലും അരുതാത്തതൊപ്പിച്ചിട്ട് വേദനിപ്പിക്കരുത്, കൈകൾ കാലുകൾ അടികൊള്ളരുത് എന്ന് നാവിനോട് പറയുമെന്ന് പ്രവാചകൻ പറയുന്നു. ഓരോ ദിവസവും അങ്ങനെ പറയുമെന്നാണ് പറഞ്ഞത്. ഫൈനിസ്തഖംത ഇസ്തഖംന, നീ നന്നായാൽ ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു. വൈൻ അഅവജത അഅവജജ്ന, നീ എങ്ങാനും മോശമായാൽ ഞങ്ങൾക്കാണ് അതിൻ്റെ പ്രയാസമുണ്ടാകുന്നത്, ഞങ്ങളാണ് അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് ഇത്തഖില്ലാഹ ഫീന എന്ന് ഞാൻ എന്നോട് ദിവസവും പറയേണ്ടതാണ്. എൻ്റെ നാവിനോട് ഞാൻ പറയണം. എൻ്റെ നാവുകൾ അരുതാത്തത് ഉച്ചരിക്കുന്നതിന് മുമ്പേ ആലോചിച്ച് പറയേണ്ടതാണിത്. പ്രവാചക തിരുദൂതർ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ വന്ന് ചോദിക്കുന്നു, അയ്യുൽ ഇസ്ലാമി അഫ്ളലു യാ റസൂലല്ലാഹ്, ഏറ്റവും നല്ല മുസ്ലിം ആരാ പ്രവാചകരെ? 5 നേരവും കൃത്യമായി നമസ്കരിക്കുന്നവൻ എന്നാണ് പറയേണ്ടത് നമ്മുടെ ഭാഷയത്തിൽ. കൃത്യമായി റമദാനിൽ 30 ദിവസം നോമ്പ് നോൽക്കുന്നവൻ, ഹജ്ജ് ചെയ്യുന്നവൻ, പ്രവാചകൻ പറഞ്ഞത് എന്താണെന്നറിയോ? പ്രവാചകൻ പറഞ്ഞത് മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി, എൻ്റെ നാവിൽ നിന്ന് ആരൊക്കെ രക്ഷപ്പെട്ടോ അങ്ങനെയുള്ള ഞാനാണ് നല്ലവൻ, അങ്ങനെയുള്ള നിങ്ങളാണ് നല്ലവർ. നിങ്ങളുടെ നാവിൽ നിന്ന് ആരൊക്കെ രക്ഷപ്പെട്ടോ, നിങ്ങളുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടവൻ അവനാണ് നല്ല മുസ്ലിം. അയ്യുല്ലിസ്, അവനാണ് ഏറ്റവും നല്ല ഇസ്ലാമിൻ്റെ പ്രതീകമാകുന്നവൻ. നാവിനെ നിയന്ത്രിക്കുന്നവൻ അവനാണ് നല്ലവൻ എന്ന്. ഇത്രമേൽ അങ്ങനെ ഒന്നോ പ്രവാചകൻ പറയേണ്ടിയിരുന്നത് അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നല്ലേ? അല്ല, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം അതാണ് എന്നാണ് പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന ഒരു വഴിയുണ്ട്. ജീവിതത്തിൽ രക്ഷ നേടാനുള്ള വഴിയെന്ത് എന്ന് ചോദിച്ചപ്പോൾ, ജീവിതത്തിൽ രക്ഷപ്പെടാൻ വഴിയെന്ത് എന്ന് ചോദിച്ചപ്പോൾ, ഇതാ അംസിക്, ഈ സാധനത്തെ നീ നിയന്ത്രിച്ചോളൂ. തൻ്റെ നാവിനെ ചൂണ്ടി അതിൽ പിടിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇതാ ഇതിനെ സൂക്ഷിക്കൂ എന്ന്. അങ്ങനെ നിങ്ങൾ ഓരോന്നും പ്രവാചകൻ്റെ, ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്തിന്, ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്തിനെ എന്ന് ചോദിച്ചതിന് ഇതാ ഇതിനെ എന്ന് പ്രവാചകൻ പറഞ്ഞത്. ചരിത്രത്തിൽ നിങ്ങൾ നാവിനെക്കുറിച്ച് മാത്രം ഒന്ന് നിങ്ങൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുക. ലിസാനിനെക്കുറിച്ച് പറഞ്ഞ വർത്തമാനങ്ങളെക്കുറിച്ച് പറഞ്ഞ, നാവിനെക്കുറിച്ച് പറയുന്ന വർത്തമാനങ്ങൾ ഹദീസിൽ പരതു, ഖുർആനിൽ പരതു, ചരിത്രത്തിൽ പരതു. ഒട്ടധികം നമുക്ക് വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന, നമ്മളെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന, നമ്മുടെ ഇതുവരെയുള്ള കർമ്മങ്ങളിൽ ദുഃഖിപ്പിക്കുന്ന കാര്യമായിട്ട് നമുക്കത് കാണാൻ കഴിയും. രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ളത്, 2 തുടയെല്ലുകൾക്കിടയിലുള്ളത്, 2 എല്ലില്ലാത്ത അവയവങ്ങൾ ഞാൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കും, നിയന്ത്രിക്കും, കൺട്രോൾ ചെയ്ത് ജീവിക്കുമെന്നുണ്ടെങ്കിൽ അവനുള്ളതാണ് സ്വർഗം. അദ്മനു ലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു, ഗ്യാരണ്ടി നിൽക്കുന്നു എന്നാണ് പറഞ്ഞിട്ട്. ആർക്ക്? നാവിനെയും ഗുഹ്യാവയവത്തെയും അള്ളാഹു പറഞ്ഞതനുസരിച്ച്, പ്രവാചകന്റെ കൽപ്പനക്കനുസരിച്ച്, ആ തിരുദൂതർ കാണിച്ച പാതയിലൂടെ സഞ്ചരിക്കാൻ ധൈര്യം കാണിച്ചവനുള്ളതാണ് സ്വർഗം. ഞാൻ ഗ്യാരണ്ടി തരാം. നമ്മൾ ഗുരുതരമായി നമ്മളിൽ നിന്ന് വന്നുപോകാവുന്ന പിഴവുകളെക്കുറിച്ച് പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞ കാര്യം, ഇന്ന അബ്ഗദകും ഇലയ്യ വ അബ്അദകും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ അസ്സർസാറൂൻ, അന്ത്യനാളിൽ എന്നെ തൊട്ട് ഏറ്റവും അകലെ നിൽക്കുന്നതും എനിക്ക് ഏറ്റവും കോപമുള്ളവരും അത് സർസാറുകളാണ്. സറസറോന്ന് സംസാരിക്കുന്നവരാണ്, വായാടികൾ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വായാടികളെ പ്രവാചകൻ പറയുന്നത് എന്നെ തൊട്ട് അന്ത്യനാളിൽ വളരെ ബഹുദൂരത്തിലായിരിക്കും അവർ, എൻ്റെ അടുത്ത് പോലും അടുപ്പിക്കില്ല.
ഏറ്റവും എനിക്ക് കോപമുള്ള മനുഷ്യർ അവരായിരിക്കും. നമ്മുടെ കൂട്ടത്തിൽ വായ നിയന്ത്രണമില്ലാതെ സംസാരിക്കുന്ന ആളുകൾ, കൺട്രോളില്ലാതെ അഴിച്ചുവിടുന്ന ആളുകൾ, നാവിനെ കെട്ടഴിച്ചു വിടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രവാചകൻ്റെ ചാരെ, ഖത്തീബ് എപ്പോഴും പറയാറുണ്ട്, പ്രവാചകൻ്റെ ചാരെ നമുക്ക് സ്വർഗത്തിൽ കിടക്കണമെന്ന്. പ്രവാചകനോടൊപ്പം അവിടെ സന്തോഷത്തോടെ സ്വർഗത്തിൽ. എന്നാൽ പ്രവാചകൻ പറയുന്നത്, ഈ രൂപത്തിലുള്ള ആളുകളെ എനിക്ക് കാണേണ്ടതില്ല, അവരെ എൻ്റെ ബഹുദൂരം കാതം അകലെ നിർത്തണം, അടുപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അവരെ എനിക്കേറ്റവും വെറുപ്പാണ്, കോപമാണ് എന്ന്. നാവിനെ നിയന്ത്രിക്കാത്ത മനുഷ്യർ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്രസയിൽ നമ്മൾ വായിച്ചതാണ്. രണ്ടാളുകൾ, പ്രവാചകനും അനുയായികൾ നടന്നു പോകുന്നു, രണ്ട് ഖബറുകൾ കാണുന്നു. പ്രവാചകൻ പറഞ്ഞു, ഇന്നഹുമാ യുഅദ്ദബാൻ വമാ യുഅദ്ദബാനി ഫീ കബീർ. ആ രണ്ടാളുകൾ, ഖബറിൽ കിടക്കുന്ന ആളുകൾ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ വലിയ കാര്യത്തിനൊന്നുമല്ല. ഒന്ന് ആളുകളെ പരിഹസിച്ച മനുഷ്യൻ, മറ്റൊന്ന് മനോഹരിക്കാത്ത, മൂത്രമൊഴിച്ചിട്ട് കഴുകാത്ത മനുഷ്യർ. അവർ ഇപ്പോൾ ഖബറിൽ ശിക്ഷ അനുഭവിക്കും. നാളെ പരലോകത്തെന്നല്ല പറഞ്ഞത്, ഖബറിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ നിസ്സാരമെന്ന് നമുക്ക് തോന്നിക്കാവുന്ന ഇതൊക്കെ പറയണോ എന്ന് ചിന്തിക്കുന്ന വിഷയം, നമുക്ക് തത്വങ്ങൾ ഒരുപാട് പറഞ്ഞുകൂടെ, വിശ്വാസത്തെക്കുറിച്ചും ഈമാനിനെക്കുറിച്ചും ലൈലത്തുൽ ഖദറിനെക്കൊക്കെ പറഞ്ഞുകൂടെ, ഇതൊക്കെ പറയണോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ അല്ല, ഇതൊക്കെ തന്നെയാണ് പറയേണ്ടത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകൻ്റെ വാക്കുകൾ പരതിയാൽ കുത്തിപ്പറയുന്നവൻ, ശപിക്കുന്നവൻ, അശ്ലീലം പറയുന്നവൻ, പുലഭ്യം പറയുന്നവൻ വിശ്വാസിയല്ല എന്ന് പ്രവാചകൻ മറ്റൊരിക്കൽ. അങ്ങനെ എടുത്തു നോക്കിയാൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് കാണേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ മിൻ റിദ്വാനില്ലാഹി ലാ യുൽഖാ ലഹാ ബാല. അശ്രദ്ധമായി, വല്ലാതെ ഒന്നും ശ്രദ്ധിക്കാതെ ഒരു മുഅ്മിൻ ഒരു വാക്കുച്ചരിക്കുന്നു, അവൻ അതുകൊണ്ട് യർഫഉല്ലാഹു ലഹു, ആ വാക്കുകൊണ്ട് അവന് ബിഹാ ദറജാത്ത്, സ്വർഗത്തിൽ ദറജകൾ കൂട്ടിക്കൊണ്ടിരിക്കും. വാക്കുകൾ നന്നായി അശ്രദ്ധമായിട്ടാണെങ്കിലും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ സ്വർഗത്തിൽ സ്ഥാനക്കയറ്റങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. വഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമതി മിൻ സുഖ്തില്ലാഹ് ലാ യുൽഖി ലഹാ ബാലൻ യഹ്വി ബിഹാ ഫി ജഹന്നം. ആരെങ്കിലും അശ്രദ്ധമായി ഉച്ചരിക്കുന്ന വാക്കുകൾ, അത് ആ മനുഷ്യനെ നരകത്തിൻ്റെ ആഴത്തിലേക്ക് ആപതിക്കും എന്ന്. അശ്രദ്ധമായിട്ട് പറയുന്ന വാക്ക് അത് തിന്മയായി മാറുന്ന, മറ്റുള്ളവന് ദോഷമായി മാറുന്ന, അവൻ്റെ അഭിമാനം ശതപ്പെടുന്ന വർത്തമാനമായി മാറുന്ന, മറ്റുള്ളവരുടെ കുത്തിപ്പറയുന്ന, പരിഹസിക്കുന്ന, അവൻ്റെ ഗീബത്തും നമീമത്തും പറയുന്ന ആളുകളായി മാറുന്ന, അറിയാതെ പോലും പാടില്ല എന്നാണ് പറഞ്ഞത്. അറിയാതെ വർത്തമാനങ്ങൾ പറഞ്ഞാൽ ഈ വർത്തമാനങ്ങളാണെങ്കിൽ നരകത്തിൻ്റെ ആഴത്തിലേക്ക് പോകും. അതല്ല, നന്മയുടെ വർത്തമാനമാണെങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിക്കൊണ്ടേയിരിക്കും. വല തകല്ലം ബികലാമിൻ തഅ്ദുറു മിൻഹു ഗദാ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിങ്ങൾ നാളെ ദുഃഖിക്കാൻ ഇടവരുന്ന ഒരു വർത്തമാനം പറയാതിരിക്കുക. അയ്യടാ, ഞാൻ പറഞ്ഞു പോയില്ലേ, പറയേണ്ടിയില്ലായിരുന്നു, അവനാ പറഞ്ഞത് ഞാൻ ശരിയായില്ല, ഞാനത് പറയാൻ പാടുണ്ടോ? നാളെ ദുഃഖിക്കേണ്ടുന്ന കാര്യങ്ങളായിരിക്കും. അതിന് ഇടവരുത്തുന്ന ഒരു വർത്തമാനവും പറയില്ല സഹോദര എന്നാണ് ഈ പറയുന്നത്. അത്തദറൂന മനിൽ ഗീബ. ഗീബത്ത് എന്താ നിങ്ങൾക്കറിയോ? നബി ചോദിച്ചതാ. ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവൻ്റെ ദൂഷണങ്ങൾ, മോശമായ കാര്യങ്ങൾ പറയലാണ്. അപ്പോൾ ഒരു സഹാബി ചോദിക്കുന്നു, അത് ആ മനുഷ്യനിൽ അതുണ്ടെങ്കിലോ? ആ മനുഷ്യനിൽ ഉള്ള തിന്മയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നബിയെ, ഉള്ള കാര്യമല്ലേ പറയണത്? അപ്പം നബി പറഞ്ഞെന്താ? ഉള്ള കാര്യം പറയലാണ് ഗീബത്ത്. ഇല്ലാത്തത് പറഞ്ഞാൽ കള്ളം കെട്ടിച്ചമക്കൽ കൂടിയായില്ലേ? ഉള്ളത് പറയുന്നത്, അയാളുടെ അഭാവത്തിൽ ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമില്ലാത്ത വർത്തമാനം മറ്റൊരാളോട് അയാളില്ലാത്ത സാന്നിധ്യത്തിൽ, ഇല്ലാത്ത അസാന്നിധ്യത്തിൽ പറയാം. ഇതിനാണ് ഗീബത്ത് പറയുക. എത്രമേൽ ഗീബത്തിൻ്റെ ഭണ്ഡാരകാരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകും. എത്ര ആളുകളെക്കുറിച്ച്, എത്ര കുടുംബങ്ങളെക്കുറിച്ച്, എത്ര സമൂഹത്തിലുള്ള നല്ല നല്ല ആളുകളെക്കുറിച്ച്, സംഘടനകളെക്കുറിച്ച്, പ്രസ്ഥാനത്തെക്കുറിച്ച്, അവൻ്റെ ലീഡേഴ്സിനെ കുറിച്ച്, ഇസ്ലാമിക വ്യക്തിത്വങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണതൊക്കെ. ഇല്ലാത്തത് പൊലിപ്പിച്ച് പറയുന്നതും ഉള്ളത് മോശമായ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ പറയുന്നതുമൊക്കെ. അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ശ്രദ്ധിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന, കേവലം നമസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തുമായിട്ട് സ്വർഗത്തിൽ പോകാമെന്ന് വിശ്വസിക്കുന്നവൻ മൂഢസ്വർഗത്തിലാണ്. അത്തരം ആളുകൾക്കുള്ളതിലപ്പുറം ജനങ്ങളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന വർത്തമാനങ്ങൾ നബി എത്ര സന്ദർഭങ്ങളിലാണ്
ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞില്ലേ, ആളുകൾ അവരെക്കുറിച്ച് നല്ലത് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അത് അവളിൽ ഉറപ്പായി കഴിഞ്ഞു എന്ന്. വേറെ സ്ത്രീയെക്കുറിച്ച് മോശമായി പറഞ്ഞപ്പോൾ അതും അവളിൽ ഉറപ്പായി എന്നാണ് പറഞ്ഞത്. എന്താണ് നബി എന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞ നല്ലതിനെക്കുറിച്ച് പറഞ്ഞില്ലേ നിങ്ങൾ, ഒരു സ്ത്രീയെക്കുറിച്ച്, അവൾക്ക് സ്വർഗം ഉറപ്പാണ്. നിങ്ങൾ പറയുന്ന മദ്ഹുകൾ, അവരെക്കുറിച്ചുള്ള നന്മകൾ, അവരിൽ അത് യാഥാർത്ഥ്യത്തിൽ ഫലിക്കാൻ പോവുകയാണ്. അവർ സ്വർഗത്തിൻ്റെ അവകാശിയാണ്. രണ്ടാമത് പറഞ്ഞ് മോശമായ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞില്ലേ, അവൾക്ക് നരകം നിർബന്ധമാണ്, സുനിശ്ചിതമാണ്. കാരണം അതുകൊണ്ട് നമ്മെക്കുറിച്ച് മനുഷ്യർ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പറയുന്നു, ഞാൻ എന്നെക്കുറിച്ച് പറയുന്നതല്ല, ഞാൻ എന്നെക്കുറിച്ച് മറ്റുള്ളവൻ പറയുന്നതാണ്, ഞാൻ എൻ്റെ സഹധർമ്മിണി പറയുന്നതാണ്, എൻ്റെ മാതാപിതാക്കൾ പറയുന്നതാണ്, എൻ്റെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും സഹോദരങ്ങളും പറയുന്നതാണ്, എൻ്റെ അയൽപക്കക്കാർ എന്നെക്കുറിച്ച് പറയുന്നതാണ് ഞാൻ. എൻ്റെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവൻ എന്തു പറയുന്നു, ചിന്തിക്കുന്നു, നിങ്ങൾ കാണുന്നു, നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, ഏതാണ് നിങ്ങൾ. അപ്പോൾ ആളുകളുടെ മുമ്പിൽ നന്നാകാൻ വേണ്ടിയല്ല, എനിക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ഈ സാധനത്തെ നിയന്ത്രിച്ചേ പറ്റുമെന്ന് പണ്ഡിതന്മാർ പറയുന്നത് 4 തരത്തിലുള്ള വർത്തമാനമുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, നല്ലത് മാത്രം പറയുന്ന നാവും. മറ്റൊന്ന്, ചീത്ത മാത്രം പറയുന്ന ആളുകൾ. മൂന്നാമത്തേത്, നല്ലതും ചീത്തയും കൂടിക്കലർന്ന വർത്തമാനം പറയുന്നവർ. നാലാമത്തേത്, നല്ലതുമല്ല ചീത്തയുമല്ലാത്ത വർത്തമാനങ്ങൾ. ഈ 4 കാറ്റഗറികളിൽ നല്ലതുമല്ല ചീത്തയുമല്ല വെറും ബടായികൾ വർത്തമാനങ്ങൾ ആവശ്യമില്ല. നല്ലതും ചീത്തയും കൂടിക്കലർന്ന വർത്തമാനങ്ങളും പറയാവതല്ല. കാരണം തിന്മ ചീത്ത അതിലുണ്ട് എന്നതുകൊണ്ട്. ചീത്ത വർത്തമാനങ്ങൾ ഏതായാലും പറയാൻ വയ്യ. പിന്നെ പറയാൻ പറ്റുന്നത് നല്ലത് മാത്രം. നമ്മുടെ സംസാരം 4-1 ചുരുക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എൻ്റെയും നിങ്ങളുടെയും വർത്തമാനങ്ങൾ 1/4 4-1 ചുരുക്കണം. അഥവാ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ 4 കാറ്റഗറികളിൽ ഒന്ന് മാത്രമേ പറയാൻ അനുവാദമുള്ളൂ എന്നാണ് പറയുന്നത്. നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. ഇതിനെയാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്, നന്മ എന്ന് പറയുന്നത്. പ്രവാചകൻ ഇതിനെയാണ് പ്രോത്സാഹിപ്പിച്ചത്. ഇത്തരം വർത്തമാനങ്ങളുടെ ഉടമകളെയാണ് സ്വർഗത്തിൻ്റെ അവകാശികൾ എന്ന് പറഞ്ഞത്. അത്തരം ആളുകളെ കാത്തിരിക്കുന്നതാണ് സ്വർഗം, അവർക്ക് വേണ്ടിയാണ് സ്വർഗം എന്ന്. വിശ്വാസവും വലിയ വലിയ കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം, അതൊക്കെ വേണം. പക്ഷെ അതോടൊപ്പം ഇത്തരം ചെറിയ കാര്യങ്ങളെന്ന് തോന്നുന്ന, നിസ്സാരമെന്ന് തോന്നാവുന്ന, നാം ഒക്കെ വിലമതിക്കാത്ത അല്ലെങ്കിൽ വല്ലാതെ കൊടുക്കാത്ത ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധയോടെ ജീവിക്കണം. അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു നല്ല ഒരു മനുഷ്യനായി ജീവിക്കാൻ കഴിയുക. അപ്പോഴാണ് എനിക്ക് അഥവാ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷനോടുകൂടി ഇരിക്കാൻ കഴിയുക. അപ്പോഴാണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ സന്തോഷത്തോടുകൂടി, നിങ്ങളുടെ മക്കൾ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അവരോട് ചോദിക്കണം. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്, ഓരോരുത്തരും ആലോചിക്കണം. നിങ്ങളുടെ മാതാപിതാക്കൾ എങ്ങനെ വിലയിരുത്തുന്നു, നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ എങ്ങനെയാണ്, ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുക. നിന്റെ അയൽവാസി നിന്നെക്കുറിച്ച് എന്താണ് കരുതുന്നത്, എന്താണ് പറയുന്നത്, ചിന്തിക്കുന്നത്. നിന്നെക്കുറിച്ച് അവനെ പറയാൻ അനുവദിച്ചാൽ നല്ലതാണോ നിന്നെക്കുറിച്ച് പറയുക. വജബത്ത്, നിനക്ക് നിർബന്ധമാണത്. അഥവാ നല്ലതാണ് അവർ പറയുന്നതെങ്കിൽ സ്വർഗം നിർബന്ധമാണ് നിനക്ക്. അവർ നിങ്ങളെ പഴി പറയുന്നുവെങ്കിൽ നിങ്ങൾക്ക് വജബത്ത്, നിങ്ങൾക്ക് നരകം അഥവാ നമുക്ക് നരകം നിർബന്ധമാണെന്നാണ്. ആലോചിച്ച് നോക്കണം. അങ്ങനെ നല്ലവരായി മാറാൻ പല പ്രശ്നങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ നാവിനെ ഉപയോഗിക്കാതെ പ്രശ്നം പരിഹരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ചില ആപ്തവാക്യങ്ങൾ വായിച്ചെടുത്തതാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകാതിരിക്കാൻ ഒരു മൗനം മതി, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പുഞ്ചിരി മതി. നാവിനെ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നല്ലതാകാം. നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാൻ അല്പം മൗനം മതി. നിങ്ങളുടെ ഭാര്യ നിങ്ങളെക്കുറിച്ച് എന്തോ പറയുന്നു, നിങ്ങൾ തിരിച്ചും അത് പറഞ്ഞാൽ വീണ്ടും അവർ രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ പറഞ്ഞു, അടിയായി പിടിയായി പ്രശ്നമായി. അതേ സമയത്ത് നിങ്ങൾ ഒരൽപ്പം മൗനം പാലിച്ചു നോക്കൂ, നിങ്ങൾ വർത്തമാനം പറയാതിരുന്നു നോക്കൂ, ആ പ്രശ്നം അങ്ങനെ തന്നെ തീരും. പ്രശ്നമില്ലാതിരിക്കാൻ ഒരു മൗനം കൊണ്ട് കഴിയും എന്ന്, ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പുഞ്ചിരി മതി എന്ന്. ഒന്ന് ചിരിച്ചു കാണിച്ചാൽ മതി സഹോദരങ്ങളെ, പിണക്കം മാറും, ഇതുവരെ മിണ്ടാതിരുന്നത് തീരും. അങ്ങനെ മൗനം കൊണ്ടും പുഞ്ചിരി കൊണ്ടും നല്ല വർത്തമാനം കൊണ്ടും സ്വർഗത്തിൽ കടക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരെ അല്ലാഹു നമ്മെ മാറ്റുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഇഹലോകത്ത് നല്ലവരായി, നല്ല മനുഷ്യരായി, നല്ല നാവിൻ്റെ ഉടമകളായി മാറ്റുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാവിൽ നിന്ന് വന്നുപോയ ദൂഷ്യങ്ങളെ
വേണ്ടാധീനങ്ങളെ, അരുതായ്മകളെ പുറത്ത് മാപ്പാക്കി നമ്മളെ വിശുദ്ധരാക്കി മാറ്റുമാറാവട്ടെ. ഈ ലൈലത്തുൽ ഖദറിൻ്റെ, പ്രതീക്ഷിക്കപ്പെടുന്ന ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം കൊണ്ട്, നന്മകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ചെയ്തു പോയ, അറിഞ്ഞോ അറിയാതെയോ ചെയ്ത, പകലിൻ്റെ വെളിച്ചത്തിലും ഇരുളിൻ്റെ മറവിലും വന്നുപോയ അബദ്ധങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ ചെറുതോ വലുതോ ആയത് അള്ളാഹു അവൻ്റെ മഹളായ ഫضل കൊണ്ട്, അവൻ്റെ കരുണാ കടാക്ഷം കൊണ്ട്, അവൻ്റെ കാരുണ്യത്തിൻ്റെ നിറകുടമായ അവൻ്റെ അലിവ് കൊണ്ട്, കനിവ് കൊണ്ട്, കിനിവ് കൊണ്ട് അള്ളാഹു അതൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസപ്പെട്ട ഒരാൾ, എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഉമ്മ ICUവിലാണ്, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവരുടെ പ്രയാസം ലഘൂകരിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രായമായിട്ടുണ്ടെങ്കിലും ആ അവശതകൾക്കിടയിലും അവർക്ക് ആരോഗ്യം തിരിച്ചു കൊടുക്കുമാറാവട്ടെ. ആ കുടുംബത്തിന് സമാധാനവും സ്വസ്ഥതയും നന്മയും നൽകുമാറാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ വിട്ടുപോകരുത്. ഒരിക്കലും ഇറാനിൽ നടക്കുന്ന ക്രൂരതകൾ കണ്ടില്ലെന്ന് നമുക്ക് വെക്കരുത്. നാം നമ്മുടെ നാട്ടിൽ സ്വസ്ഥമായി AC റൂമിൽ സുന്ദരമായിരിക്കുകയാണ്. അവിടെ ബോംബിട്ട് മനുഷ്യരെ കൊല ചെയ്യുകയാണ്. കാപാലികന്മാരായ, ക്രൂരന്മാരായ, ലോകത്തിൻ്റെ ധിക്കാരികളും അധർമ്മികളും അക്രമകാരികളുമായ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും യാങ്കി പടയുടെ ക്രൂരതകൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. വീടുകളൊക്കെ തവിടുപൊടിയാകുന്ന, പിഞ്ചു കുഞ്ഞുങ്ങൾ നരകയാതന അനുഭവിക്കുന്ന, അവരുടെയൊക്കെ ഹൃദയം പൊട്ടി വരിക്കുന്ന രൂപത്തിലാണ് ക്രൂരന്മാരായ ആളുകളെ അള്ളാഹു നശിപ്പിക്കുമാറാവട്ടെ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ്. നമുക്കതിനെ കഴിയൂ എന്നതാണ് നമ്മുടെ നിസ്സഹായത. അതിനെങ്കിലും കഴിയണം എന്നതാണ് നമ്മുടെ ആഗ്രഹം. ഇതുപോലുള്ള ഒന്നിച്ചുള്ള സദസ്സിൽ മാത്രമല്ല, രാവിൽ ഇരുളിൻ്റെ മറവിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ സഹോദരങ്ങൾ അത് ഷിയയാണോ സുന്നിയാണോ എന്നതൊക്കെയാണ് ആളുകളുടെ ചിന്ത. മനുഷ്യരാണ് എന്നതാണ്, വിശ്വാസികളാണ് എന്നതാണ്, നമ്മളോട് അടുപ്പം പുലർത്തുന്നവരാണ് എന്നാണ്. നമുക്ക് വേണ്ടി കൂടിയാണ് അവർ ഇത്തരം യാങ്കി പടയൻ ആളുകളോട് പടപൊരുത്തുന്നത് എന്നത് ഓർമ്മ വേണം നമുക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ധിക്കാരികളെ, അവരെ ഇവിടെ തന്നെ നാശത്തിൽ അത് കണ്ടു ഭരിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ. ഈ ക്രൂരതകൾ കണ്ട, അവരെക്കുറിച്ചുള്ള വെറുപ്പോടുകൂടിയുള്ള ഈ ക്രൂരത അവരുടെ നാശത്തിലൂടെ കണ്ടുകൊണ്ട് കൺകുളിർമയാകുന്ന ഒരു മരണം നമുക്ക് അള്ളാഹു നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഗസ മറ്റൊരു ദുരന്തപൂർണമായ നാടാണ്. ആ നാട്ടിലെ പിഞ്ചോമനകളും കുട്ടികളും അവരൊക്കെ കാണിക്കുന്ന ഈമാനിൻ്റെ അടുത്ത് പോലും നമുക്ക് എത്താൻ കഴിയില്ല. നാഥ, ആ പിഞ്ചു കുട്ടികൾക്ക്, അവിടെയുള്ള വൃദ്ധർക്ക്, അവിടെയുള്ള യുവാക്കൾക്ക് അവർ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും നാഥ ലഘൂകരിച്ചു കൊടുക്കുവാനാണ്. അവർക്കൊക്കെ നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അത്യുന്നത സോപാനങ്ങളിൽ നീ അവർക്ക് സ്ഥാനം നൽകണമേ. ഞങ്ങൾക്കും അവരോടൊപ്പം സ്വർഗത്തിൽ കിടക്കാൻ നീ തുണയേകണമേ നാഥ. അവരിൽ ഷഹാദത്ത് വരിച്ച ആളുകൾക്ക് അള്ളാഹുവെ നീ അവരുടെ നിന്റെ അതിഥികളായി സ്വീകരിക്കണമേ നാഥ. ഷഹാദത്ത് വരിച്ച ആളുകൾക്കൊക്കെ നിന്റെ മഹളായ ഫضل നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങൾക്കും ഷഹാദത്തിൻ്റെ ഭാഗ്യം നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം അൻസിൽ ഗദബക വമഖ്തക അലാ ഇസ്രായേൽ വഅംരീക, يا حي يا قيوم أنزل بأسك وغضبك على إسرائيل وأمريكا ومن والاهم. اللهم يا منزل الكتاب، يا مجري السحاب، يا هازم الأحزاب، أهزمهم وانصرنا عليهم. يا رب لك الحمد على كل حال، يا رب لك الحمد على كل حال. اللهم عليك بالظالمين، اللهم عليك بالظالمين فإنهم لا يعجزونك. اللهم عليك بالطغاة الصهاينة والأمريكا والنصارى ومن والاهم. اللهم أنزل عليهم بأسك الذي لا يرد عن القوم المجرمين. اللهم أنزل عليهم بأسك الذي لا يرد عن القوم المجرمين. اللهم إنا نجعلك في نحورهم، اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم شتت شملهم ودمر ديارهم، اللهم شتت شملهم ودمر ديارهم ونعوذ بك من شرورهم. اللهم يا حي يا قيوم برحمتك نستغيث، يا حي يا قيوم برحمتك نستغيث. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.